ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എംപുരാൻ്റെ ടീച്ചർ ഇറങ്ങിയിട്ട് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാനാണ് വന്നത് കേട്ടോ. അബ്ര ഖുറേഷി അബ്ര എന്താ പറയുക, ദിസ് ഡീൽ ഈസ് വിത്ത് എ ഡെവിൽ. അപ്പോൾ എംപുരാൻ്റെ ടീച്ചർ ലോഞ്ച് നടന്നത് കേരളത്തിലാണ്. ഭയങ്കര ആഘോഷമായിട്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പരിപാടിയൊക്കെയാണ് നടന്നത്. ഫാൻ ഷോയൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. ഭയങ്കര ഇടിച്ചു കുത്തിയ ആളായിരുന്നു. എനിവേ ആരുടെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഡൗൺ ആക്കിയില്ല, എന്നാലും ഒരു ഏവറേജ് രീതിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള പറയാനുള്ളത്, ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. കൂടെ ആൻ്റണി പെരുമാറുവിൻ്റെ ആശീർവാദ് സിനിമാസും കൂടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബോളിവുഡ് സ്റ്റൈല് ഒരു വാർ ഏരിയ ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നു, ഒരു ഡയലോഗൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു. പഴയ കാർ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഫ്ലാഷ് കട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഈ ഖുറേഷി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏഷ്യയിലെ ഏറ്റവും പവർഫുൾ ഗ്രൂപ്പാണ് എന്നുള്ളതൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വാർ സൈറ്റ് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ചെറിയ കുട്ടി ആരുടെ കയ്യിലോ ഇങ്ങനെ പിടിക്കുന്നത് കാണിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഓൾഡ് ഡയലോഗാണ് വീണ്ടും വരുന്നത്. ലൂസിഫറിലൊരു ഡോൾ നമ്മുടെ ഇന്ദ്രജിത്ത് പറയുന്ന ഡയലോഗ്, ഇവൻ മഹിരാവണൻ, അതേപോലെ ലൂസിഫർ, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവനൊരു പേരേ ഉള്ളൂ ലൂസിഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീസ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെയൊക്കെ കാണിക്കുന്നു. നല്ല രസമായിട്ട് മോഹൻലാലിൻ്റെ പേരൊക്കെ എഴുതി കാണിച്ചിട്ട് അങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ മറ്റേ അബ്ര ഖുറേഷി അബ്ര എന്ന് പറയുന്ന ഡയലോഗ് ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ ബ്ലാസ്റ്റും വെടിവെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ എഴുതി കാണിച്ചതിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗാണ് വരുന്നത്. ബസ് ഏക് ഇഷാര ഭായ്ജാൻ, ഏക് ഇഷാര ഖുദാഫിസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് കാണിച്ചിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ്. ഇതാണ് ട്രെയിലറിൽ ആക്ച്വലി വന്നിട്ടുള്ളത്. അത് ഗംഭീരമായിട്ടുണ്ട്. ഒരു ഷോർട്സൊക്കെ ഭയങ്കര രസമുണ്ട്. നല്ല വിഷ്വലി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിലർ ഭാഗങ്ങളൊന്നുമില്ല, ഒരു സീൻസൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു സിനിമാറ്റിക് രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ചെറിയ സിനിമ എന്ന് മമ്മൂട്ടി വിശേഷിപ്പിച്ച പോലെ ഒരു ചെറിയ സിനിമ കാണുന്ന പോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ പുതിയ തലങ്ങളെ കുറിച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഡയലോഗുകളെല്ലാം വരുന്നത് ലൂസിഫറിലെ ഡയലോഗുകളാണ് വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം പടത്തിന് വേണ്ടിയിട്ട്. അധികം താമസിയാതെ പടം നമ്മുടെ അടുത്തേക്ക് എല്ലാവർക്കും എത്തും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ, ബൈ ബൈ.